ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ക്രിസ്മസ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശമാണ്. ക്രിസ്മസ് എന്ന പദത്തിൽ ക്രൈസ്റ്റും മാസുമുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തു ബലിയാകുവാൻ പോകുന്നതിൻ്റെ മുൻസൂചന. മാസ് എന്ന പദത്തിന് ജനസമൂഹം എന്നർത്ഥമുണ്ട്. ദൈവം മനുഷ്യനായി സ്നേഹിച്ച് രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുത്തതിൻ്റെ ഒരു അനുഭവം. ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവദൂതനിലൂടെ കന്യക കാതുകൊണ്ട് കേട്ടപ്പോൾ അവൾ ലോക നിയമങ്ങൾക്ക് അതീതമായി ഗർഭിണിയായി. ദൈവത്തിൻ്റെ വചനത്തിന് കന്യകയെ പ്രസവിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കാതുകൊണ്ട് കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിക്കുമ്പോൾ ആത്മഫലങ്ങളുടെ പുറപ്പെടുവിക്കലിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും നമുക്കും സാധിക്കുമെന്നുള്ള വലിയ സന്ദേശം ക്രിസ്മസ് നമുക്ക് നൽകുന്നു. കന്യക ഗർഭിണിയായതുപോലെ അസാധ്യമായ കാര്യങ്ങൾ അനുദിന ജീവിതത്തിലൂടെ ദൈവകൃപയാൽ ക്രിയാത്മകമായ അനുഭവങ്ങളിലൂടെ പ്രതീക്ഷയിലൂടെ നേടുവാൻ നമുക്കും സാധിക്കുമെന്ന സന്ദേശം ക്രിസ്മസ് നമുക്ക് പങ്കുവയ്ക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം ഒരു വലിയ പ്രതീക്ഷയാണ്. ക്രിസ്തു ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യൻ ദൈവികരാകണമെന്ന അത്താനാസ്യോസ് പിതാവിൻ്റെ വാക്കുപോലെ ദൈവികരായി നാം ഉയരണം, സ്നേഹിക്കണം. അനേകം അനുഭവങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദേശത്തിന് നാം അസംബദ്ധരാകണം, വിധേയരാകണം. ഉണ്ണിയേശുവിനെ കൈകളിൽ എടുക്കുവാൻ വെമ്പുന്ന നാം ഓരോരുത്തരും ഉണ്ണിക്ക് നൊമ്പരമുണ്ടാക്കാതെ, പോറലേൽപ്പിക്കാതെ, നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, കുഞ്ഞു മനസ്സുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നോയമ്പിലൂടെ ക്രിസ്മസിൻ്റെ ദിനങ്ങളെ നമുക്ക് പരിപക്വമാക്കാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.